ഈ കവചത്തിലുള്ള സമൂഹം മുഴുവനും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്റെ ഈ ലക്ഷദ്വീപിന്റെ മണ്ണിൽ നിലനിന്നിരുന്ന മദ്യത്തിന്റെ ഒഴുക്കിനെ അല്ലെങ്കിൽ മദ്യ നിരോധനം എന്ന് പറയുന്ന ആ നിയമത്തെ എടുത്തു മാറ്റിയിരിക്കുകയാണ്. കേവലം 47 വർഷക്കാലം നിലനിന്നിരുന്നത് മദ്യ നിരോധന നിയമം എന്ന് മാത്രമല്ല, ഈ നാട്ടിലെ സംസ്കാരം പോകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും ക്രിമിനൽ കുറ്റങ്ങൾ കുറഞ്ഞ, ഏറ്റവും സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു നാട് അത് ലക്ഷദ്വീപാണെന്നുള്ളത് ലോകത്തിലുള്ള ജനങ്ങൾക്ക് മുഴുവനും അറിയുന്ന കാര്യമാണ്. എന്നാൽ തീർത്തും അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും ക്രിമിനൽ കുറ്റങ്ങൾ കുറഞ്ഞ സ്ഥലമായിട്ട് ഏറ്റവും സമാധാനം നിറഞ്ഞു നിൽക്കുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ മണ്ണിനെ ലഹരിയുടെ കേന്ദ്രമാക്കി മാറ്റാനുള്ള നിയമമാണ് ഇന്ന് നമ്മളിലേക്ക് വരുന്ന ഈ സഞ്ചാരമാകുന്ന ഈ നിയമങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, കേവലം നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ട കാര്യമാണ്. രാത്രി സമയങ്ങളിൽ പോലും സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം സമാധാനത്തോടെ സുരക്ഷിതത്വത്തോടെ പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ നിയമം ഇവിടേക്ക് വരുമ്പോൾ, കടന്നു വരുമ്പോൾ, മദ്യ നിരോധന നിയമം എടുത്തു കളയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വീട്ടിന്റെ അകത്ത് പോലും കിടന്നുറങ്ങുവാൻ പറ്റാത്ത രൂപത്തിലുള്ള അക്രമങ്ങൾ നടക്കുന്ന സാഹചര്യമാണ് കടന്നു വരാൻ പോകുന്നത്. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെല്ലാം ഈ മദ്യ നിരോധന നിയമമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം മദ്യത്തിന്റെ ഒഴുക്കുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മദ്യത്തിന്റെ ലഹരിയുടെ പേരിൽ എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാരാണ് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 47 വർഷത്തെയായിട്ട് ടൂറിസം ഇവിടെ ഒരു പ്രയാസവുമില്ലാത്ത രൂപത്തിൽ നടന്നു വന്നിരിക്കുന്നുണ്ട്. ഏതൊരു വിദേശ സഞ്ചാരികളടക്കം ലക്ഷദ്വീപിന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നത് മദ്യം ആസ്വദിക്കാനോ മറ്റ് ലഹരികൾ ആസ്വദിക്കാനോ അല്ല. അവർ കണ്ടു വരുന്നത് ലക്ഷദ്വീപിന്റെ ഒരു പൈതൃകമുണ്ട്, ലക്ഷദ്വീപിന്റെ ഒരു മനോഹരമുണ്ട്, ലക്ഷദ്വീപിന്റെ പ്രകൃതിയുണ്ട്, ടൂറിസമുണ്ട്. ഇതിനൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇതിന്റെ പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടി കടന്നു വരുന്നവർക്ക് ഒരിക്കലും ഒരു ലഹരിയോ ഒരു മദ്യമോ അവരെ സഞ്ചാരത്തിനോ ഒരിക്കലും ഒരു ഉപാധിയാകുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിന്റെ പേരിലാണ് ഈ സമൂഹത്തിലേക്ക്, ഈ ലക്ഷദ്വീപിന്റെ മണ്ണിലേക്ക് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നത്? ഇതിനെതിരെ ഈ സമൂഹം ഭേദമന്യേ ഒരു പാർട്ടിയോ ഒരു സംഘടനയോ വളരെ അച്ചടക്കത്തോടുകൂടി ഈ ഒരു സംഗമത്തിൽ ഇവിടെ കൂടിയിരിക്കുന്നു. നേതൃത്വം എന്ന് പറഞ്ഞോ അവിടെ ഇവിടെ സംഗമിച്ചിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പരിപാടികളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകും. ഈ സമൂഹം മുഴുവൻ തയ്യാറാണെന്നുള്ള ബോധം നിങ്ങളൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഒരു പക്ഷേ മറ്റു പല തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ പോവേണ്ടി വന്നാൽ ഒരു പക്ഷേ നിങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സൈന്യങ്ങൾക്കോ പോലീസ് സംവിധാനങ്ങൾക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിൽ, പിടിച്ചു നിർത്താൻ പറ്റാത്ത രൂപത്തിൽ ഈ പ്രതിഷേധങ്ങൾ കടന്നു പോകും. അതുകൊണ്ട് സ്വന്തം പിതാവിനോ മക്കളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ലഹരിക്ക് അടിമപ്പെട്ട സാഹചര്യത്തിലാണ് മറ്റു ഇതര സംസ്ഥാനങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രങ്ങളൊന്നും നമ്മുടെ സമാധാന അന്തരീക്ഷം കിടന്നുറങ്ങുന്ന ഈ പരിശുദ്ധമായ ലക്ഷദ്വീപിന്റെ മണ്ണിൽ ഇന്നേ വരെ കേൾക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കേന്ദ്ര സർക്കാർ ഈ നിയമം നടപ്പിലാക്കുമ്പോൾ ഈ നാടിന്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം, ഈ നാടിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കണം, ഈ നാടിന്റെ ഭൂമിശാസ്ത്രവും കൂടി ഒന്ന് മനസ്സിലാക്കിയിടുന്നത് നല്ലതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചെറിയൊരു തീരത്തിലേക്ക് ഇത്തരത്തിലുള്ള ലഹരികൾ ഒഴിക്കുമെന്ന സാഹചര്യത്തിൽ ഈ നാടുള്ള ജനങ്ങളെ നശിപ്പിക്കുകയാണ്, ഈ നാടുകളെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പിഴവില്ലാത്തൊരു ചുവടുകൾ വെക്കാൻ, പിഴവില്ലാത്തൊരു ചുവടുകൾ വെക്കാൻ ഉണർന്നിരിക്കൂ സോദരരെ. ഭാരതത്തിന് മാതൃകയാകും ഭവ്യ ദ്വീപിൻ സമാധാനത്തെ, ഭവ്യ ദ്വീപിൻ സമാധാനത്തെ തെറ്റുതകർക്കും നിയമങ്ങൾ, തെറ്റുതകർക്കും നിയമങ്ങൾ, ടൂറിസത്തിൻ പേര് പറഞ്ഞ്
ലഹരി ഒഴിക്കാൻ നോക്കുന്നു. മദ്യനയം പിൻവലിക്കൂ. ലഹരി ഒഴുക്കി നിങ്ങൾ നേടും. ഒന്നായി സമർന്നടി ഒരേ മനസ്സായി ഒരുമയോടെ പ്രതിഫലം